ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇളനീരിനെ കൊണ്ടുണ്ടാക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനു വേണ്ടി ഞാൻ 2 ഇളനീറാണ് എടുത്തത്. 2 ഇളനീറിൻ്റെ പൾപ്പ് ഇതുപോലെ എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഇളനീറിൻ്റെ വെള്ളം, ഒരു പാക്കറ്റ് പാലാണ് എടുത്തത്, പിന്നെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും. പിന്നെ അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസും കൂടി വേണം. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസും കൂടി എടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് ഒരു 1.25 വെള്ളം ചേർത്ത് കൊടുക്കുക. അത് കരിക്കിൻ വെള്ളം ഉണ്ടെങ്കിൽ കരിക്കിൻ്റെ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ കരിക്ക് എന്ന് പറയുന്നത് ഇളനീരിൻ്റെ തന്നെയാണ്. ഇളനീരിൻ്റെ ഈ വെള്ളത്തിൽ ഇതൊന്ന് നമുക്ക് ഗ്ലാസ് പുഡിംഗ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത്, ഇതിപ്പോൾ 2 ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ്, അതിലേക്ക് പഞ്ചസാരയും ചേർത്ത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസും ഈ ഇളനീരിൻ്റെ വെള്ളവും രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതൊന്നാക്കിയെടുക്കണം. അപ്പം ഈ ചൈന ഗ്രാസ് നന്നായി ഒന്ന് മെൽട്ടായതിന് ശേഷം നമുക്ക് ഈ ഇളനീരിൻ്റെ വെള്ളം അത് ഓഫാക്കിയിട്ട് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും നല്ലവണ്ണം മിക്സാക്കിയിട്ട് അവിടെ വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാലെടുക്കുക. ഇതിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ്, 2.5 കപ്പ് 3 കപ്പോളം ഉണ്ടാവും പാല്. പിന്നെ അതിലേക്ക് ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. എല്ലാം മിക്സാക്കിയതിന് ശേഷം തന്നെ നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിപ്പം കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലിൻ്റെ 2 ഇളനീരിൻ്റെയും കണക്കാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഇതൊരു പാർട്ടിക്കാക്കുന്നത് കൊണ്ട് കുറച്ചധികം ആക്കിയതാണ്. പിന്നെ ഈ ഇളനീരിൻ്റെ വെള്ളം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ട്രേയിലേക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒഴിക്കാം. അത് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലെന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. പക്ഷേ അത് ഒന്നും ഉണ്ടായിട്ടില്ല, അരിപ്പയിൽ ആക്കിയെടുത്താലും. പിന്നെ ഈ ഇളനീരിൻ്റെ ഈ പീസ് നമുക്കൊന്ന് ഇളനീരിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ പാലൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പിന്നെ ഈ പാലിൻ്റെ മിക്സ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പം ഒരു പാക്കറ്റ് പാലിലേക്കാണെങ്കിൽ 2 ടീസ്പൂണ് ഇതുപോലെ കോൺഫ്ലവറിൻ്റെ പൊടി എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് അത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് എല്ലാം യോജിപ്പിച്ച് നമുക്കത് തീ ഓഫാക്കിയിടാം. അപ്പോൾ ഇത് തണിയുമ്പോൾ നല്ലൊരു തിക്കായിട്ട് വരും, നല്ല ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാവും. അതൊന്ന് നമുക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അതിന് ഗ്ലാസ് പുഡിംഗ് എന്ന് പറയും. അത് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അത് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ലൊരു ജെല്ലി പോലെ ഉണ്ടാവും. അത് നമുക്ക് ഈ പാലിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അത് പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ പാൽ മിക്സിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ ആക്കുന്നതാണ് നല്ലത്. ഇത് ഇങ്ങനെ കട്ടിയുള്ള ഇതല്ല, ഒരു ക്രീമി ആയിട്ടാണ് ഉണ്ടാകൽ. അപ്പോൾ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഈ ഗ്ലാസ് പുഡിങ്ങിൻ്റെ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നട്സ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇളനീരിൻ്റെതാകുമ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നട്സും കൂടി ഇടുമ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നട്സൊക്കെ കടിക്കുമ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതും നല്ലൊരു ടേസ്റ്റായ പുഡിങ്ങാണ്.
പാർട്ടികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനും പെട്ടെന്നാക്കിയിട്ട് എടുക്കാമല്ലോ ഇത്. അപ്പം ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ആക്കിയതാണ്. അതാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയത്. അത് 2 ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഗുലാബ് ജാമും ആക്കിയിട്ടുണ്ട്. അതുപോലെ മുട്ടമാല, ഇതൊക്കെയാണ് പാർട്ടിയിലാക്കിയെടുത്തത്. ഈ ബ്രൗണിയുടെ റെസിപ്പിയും അതുപോലെ ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.